കണ്ണമാവുന്നു മേനി നോവുന്നു എന്താടാ ഈ കട തുറക്കാത്തത്? എനിക്കറിയില്ല. എന്ത് കൊടുക്കാശാനെ? പോടാ. എന്താ ചേച്ചി ഇന്ന് കട തുറക്കാത്തെ? ആർക്ക് വേണ്ടിയാ? പപ്പി വന്നില്ലേ? എല്ലാവരും എന്നെ തോൽപ്പിച്ചടാ. എനിക്കൊരാൾക്ക് എങ്ങനെയും ജീവിക്കാം. പപ്പിക്കും പല്ലവിക്കും വേണ്ടിയാ ഞാൻ ആ കട തുടങ്ങിയത്. അവരെവിടെയുണ്ടെന്ന് വേഗം പറഞ്ഞു, ഈ കടക്ക് തീ വെക്കും. മുതലാളിയുടെ സ്വഭാവം അറിയാലോ. കൈ കിട്ടിയ രണ്ടിനെയും തട്ടും. മകനാണെന്നും അങ്ങനെ നോക്കില്ല. പാവപ്പെട്ടവരുടെ വീട്ടിലെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ ഉണ്ടായ നിന്റെ മുതലാളിയെപ്പോലുള്ളവരുടെ മക്കൾക്ക് കൊത്തിപ്പറിക്കാം. എന്നിട്ടും കുറ്റം ഞങ്ങൾക്ക്. കത്തിക്കടാ. ധൈര്യം ഉണ്ടെങ്കിൽ പോയി കത്തിക്ക്. ഈ കൈ ദേഹത്തുണ്ടാവില്ല. കണ്ടോ തന്നെ. പോടാ. പോടാ. ബീച്ചിലോ പാർക്കിലോ പോകായിരുന്നു. ആരോരും ഇല്ലാത്ത ഈ കുന്നിൻമൂളിൽ വന്നിരിക്കുന്ന എന്തിനാ? ഇത് നമ്മുടെ ജീവിതത്തിന്റെ പുതിയൊരു വഴിത്തിരിവാ. ഈ ഏകാന്തതയിൽ ഇരുന്നുകൊണ്ട് വേണം പലതും ആലോചിച്ച് പ്രവർത്തിക്കാൻ. ഇരിക്കെ. നടന്ന് തളർന്നു. ഈ തളർച്ച നമ്മുടെ ഉയർച്ചയുടെ മുന്നോടിയാണ്. നാട് വിട്ടപ്പോ തുടങ്ങിയതാ ഈ ഫിലോസഫി. സഞ്ചാരത്തിലൂടെയാണ് ലോകപരിചയം ഉണ്ടാവുന്നത്. ഒന്ന് നിർത്തണ്ട ബിനോയ്. വേറെ എന്തെങ്കിലും പറ. ഞാനൊന്ന് എടുക്കട്ടെ? എന്നെ എടുക്കണ്ട. ഓ, മനസ്സിലായി. ഒരു കുഞ്ഞുണ്ടാവുമ്പോ എടുത്താ മതിയെന്ന് അല്ലേ? പോടുന്ന്. പാർവതി ഇനി കട തുറക്കില്ലേ? ഞാൻ ഏറ്റെടുത്ത് നടത്തിയാലോ? ചോദിച്ചാ പാർവതി വഴക്ക് പറയോ? പോയി ചോദിച്ചു നോക്കാം. ഏയ്, എന്താ ഒരു മൂഡൗട്ട്? ചേച്ചി ഓർത്തിട്ടാ. ഞങ്ങളെ ഒരു നല്ല നിലയിൽ എത്തിക്കാനാ ഒരാണിനെ പോലെ ചേച്ചി കഷ്ടപ്പെട്ടത്. അതിനെന്താ, നമ്മളൊരു നല്ല നിലയിലെത്തിയ ചേച്ചി നമ്മുടെ കൂടെ താമസിപ്പിക്കാം. ഇനി ഇത് കഴിക്കാം, എന്നിട്ട് സംസാരിക്കാം. കയ്യിലുള്ള പണം തീരും മുമ്പേ ഒരു ജോലിയിൽ കയറി പറ്റണം. ബാംഗ്ലൂർക്ക് വിട്ടാലോ? എന്റെ ഫ്രണ്ട് തോംസനെ കണ്ട ഒരു ജോലി കിട്ടാതിരിക്കില്ല. ഇവിടുന്ന് വിളിച്ചു ചോദിച്ചിട്ട് പോയാ പോരെ? അതും ശരിയാ. എന്താ പാർവതി ഇത്? എല്ലാരും പോയില്ലേ? അതിന് കട തുറക്കാതിരുന്ന എന്തിനാ തുറന്നിട്ട്? ജീവിക്കണ്ടേ? ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? എനിക്ക് വേണ്ടി. മനസ്സിൽ എന്ത് അസ്വസ്ഥത ഉണ്ടെങ്കിലും ഇവിടെ കുറച്ചു നേരം ഇരുന്നാ മാറിക്കിട്ടും. എനിക്ക് പേടിയാവുന്നു.
വല്ല തീവ്രവാദികൾ ഇവിടെ പതുങ്ങിയിരിപ്പുണ്ടാവും. നമ്മളും ഒരു തരത്തിൽ തീവ്രവാദികളാ. ഏ? മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ തീവ്രവാദികളല്ല, പ്രേമത്തിന്റെ. ഉം. എന്താ? വല്ല പ്രേതവും പിശാചും വരുമെന്നാ എന്റെ പേടി. എന്നെ കെട്ടിപ്പിടിച്ചിരുന്നാ മതി. പിന്നെ എന്താ കുരിശാണോ? ആ. പ്രേതങ്ങൾ പേടിച്ചോടാൻ. ഇനി ഇവിടെ ഇരുന്ന ശരിയാവില്ല. വാ. ഉം. ഹലോ, തോംസനോ? ഹ, അതൊന്നും സാരമില്ല. എന്ത് ജോലി ആയാലും ഞാൻ ചെയ്തോളാം. 2 ദിവസോ? ഓക്കെ, ഞാൻ കാത്തിരിക്കാം. അപ്പോ ഡൽഹിന്ന് വന്ന ഉടനെ നീ എന്നെ വിളിക്കണം. ആരുടെ ഫോൺ? തോംസനാ, ബാംഗ്ലൂരിൽ നിന്ന്. അവൻ ജോലി ശരിയാക്കിയിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് പോണം. ഹായ്. ഇപ്പൊ തന്റെ ടെൻഷനൊക്കെ കുറഞ്ഞല്ലോ. ടെൻഷനൊക്കെ കുറഞ്ഞല്ലോ. എനിക്കിനി ആരുണ്ട്? ഞാനുണ്ട്.